Hi all, welcome to Hymes Academy. Hymes Academy set coaching നമുക്കറിയാം രണ്ട് രീതിയിൽ നടക്കുന്നുണ്ട്. അത് ഒന്ന് നമ്മളുടെ റെഗുലർ ആയിട്ടുള്ള ഒരു ബാച്ച് ഉണ്ട്, 6 months കോഴ്സ് ഉണ്ട്. ദെൻ ഇത് കൂടാതെ ഇപ്പോൾ നമുക്കൊരു ക്രാഷ് കോഴ്സ് ഉണ്ട്. ആ ക്രാഷ് കോഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുഴുവൻ സെക്ഷൻസും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് എടുത്ത് പ്രാവശ്യം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ കാണുന്ന പോലെ സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വളരെ അട്രാക്റ്റീവായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്നതുള്ള സ്ലൈഡുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമ്മൾ ആ ക്ലാസ്സുകളിൽ കവർ ചെയ്ത് തരും. അപ്പോൾ ഇനി നമുക്ക് സമയമുണ്ട്, പേപ്പർ 1 ഈസി ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആണ്. നമ്മളുടെ കറണ്ട് അഫയേഴ്സ് നമുക്കറിയാം ജാനുവരി ടു ജൂൺ അവിടെയാണ് നമുക്ക് കാണേണ്ടത്. ഒരു ജാനുവരി ടു ജൂൺ ഈ ഒരു 6 മാസത്തെ കറണ്ട് അഫയറിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ടും ക്വസ്റ്റൻസ് വരുന്നത്. അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ക്വസ്റ്റൻസ് അവിടെ നിന്നാണ് ശരിക്കും വരുന്നത്. അപ്പം നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഏരിയ നോക്കി വെക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റൻസ് നമുക്ക് ഒരിക്കലും മിസ് ആവത്തില്ല. അപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും. നമുക്കറിയാം ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുള്ളതാണ്. ഒത്തിരി എടുത്തു പഠിക്കാനാണ് ഒത്തിരി ഉണ്ട്. പക്ഷേ അതിൽ നമ്മൾ പ്രധാനപ്പെട്ടതും ആയിട്ടുള്ള ഡേയ്സും ദെൻ അതിൻ്റെ തീമുമാണ് കണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമ്മളുടെ നാഷണൽ യൂത്ത് ഡേ ഓർത്തു വെക്കുക. നാഷണൽ യൂത്ത് ഡേ എന്ന് പറയുന്നത് ജനുവരി 12 നാഷണൽ യൂത്ത് ഡേ ജനുവരി 12. അപ്പം അതിൻ്റെ നമ്മളുടെ തീം ഈ 2026 തീം ഓർത്തു വെക്കണം. ഇഗ്നൈറ്റ് ദ സെൽഫ്, ഇമ്പാക്ട് ദ വേൾഡ്. സ്വയം ജ്ഞാനിയാക്കൂ, ലോകത്തെ സ്വാധീനിക്കൂ. നമുക്കറിയാം നമ്മളുടെ സ്വാമി വിവേകാനന്ദയുടെ ബർത്ത്ഡേ ആണ് നാഷണൽ യൂത്ത് ഡേ ആയിട്ട് ജനുവരി 12 നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2026 നമ്മളുടെ നാഷണൽ യൂത്ത് ഡേയുടെ തീം ഓർത്തു വെക്കണം. ഇഗ്നൈറ്റ് ദ സെൽഫ്, ഇമ്പാക്ട് ദ വേൾഡ്. അതായത് സ്വയം ജ്ഞാനിയാക്കൂ, ലോകത്തെ സ്വാധീനിക്കൂ എന്നുള്ളതാണ് തീം. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഡേ ആണ് ആർമി ഡേ എന്ന് പറയുന്നത്. ആർമി ഡേ ഓർത്തു വെക്കുക 15 ജാനുവരി. അപ്പോൾ 12 യൂത്ത് ഡേ, ദെൻ ജനുവരി 15 വരുമ്പോൾ ആർമി ഡേ ആയി. ആർമി ഡേ ഓർത്തു വെക്കണേ. ജനുവരി 15 ആർമി ഡേ ആയിട്ടാണ് എല്ലാ വർഷവും ആഘോഷിക്കുന്നത്. അങ്ങനെ 12 യൂത്ത്, ആർമി ഡേ 15, ദെൻ ഇനി 21 ജനുവരി 21 പ്രത്യേകതയുണ്ട്. ജനുവരി 21 പ്രത്യേകത മണിപ്പൂർ, ത്രിപുര, മേഘാലയ എന്നീ 3 സ്റ്റേറ്റ്സിന്റെ ഫൗണ്ടേഷൻ ഡേ ആണ്. 1972 21 ജനുവരിയിലാണ് ഈ 3 സ്റ്റേറ്റ്സ് എന്നല്ല, ഈ 3 സ്ഥലങ്ങൾ ഒരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് സ്റ്റേറ്റ്സ് ആയിട്ട് മാറുന്നത്. അതായത് ഇന്ത്യൻ യൂണിയനിലേക്ക് 3 സ്റ്റേറ്റുകളായിട്ട് ഫോം ചെയ്യുന്ന ഡേ ഓർത്ത് വെക്കണം. 21 ജനുവരിയാണ്. 21 ജനുവരി 1972 അപ്പോൾ ഇപ്പോൾ നമ്മൾ ജനുവരി 21 ഫൗണ്ടേഷൻ ഡേ ഓഫ് മണിപ്പൂർ, ത്രിപുര, മേഘാലയ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞാൽ ഓർത്ത് വെക്കാം നമുക്ക് 21 കഴിഞ്ഞാൽ അടുത്ത 23 വരുമ്പോഴത്തേന് അത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനോ പരാക്രം ദിവസ് അല്ലെങ്കിൽ ഡേ ഓഫ് വാലർ എന്ന് പറയും. അതായത് ശരിക്കും ധീരതയുടെ ദിനം എന്നൊക്കെയാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ് ഈ ജനുവരി 23. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ വിവേകാനന്ദയുടെ ജന്മദിനം പറഞ്ഞു, ജനുവരി 12 നാഷണൽ യൂത്ത് ഡേ ആയിട്ടാണ്. ദെൻ അതുപോലെ തന്നെ പരാക്രം ദിവസ് അല്ലെങ്കിൽ ഡേ ഓഫ് വാലർ, അതായത് ധീരതയുടെ ദിനം എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ്. ഓർത്തു വെക്കാം ജനുവരി 12 യൂത്ത്, ആർമി 15, 21 നമ്മളുടെ 3 സ്റ്റേറ്റ്സിന്റെ ഫൗണ്ടേഷൻ ഡേ, ദെൻ പരാക്രം ദിവസ് 23. ഇനി 25 വരിക. 25 തീയതിക്കും പ്രത്യേകതയുണ്ട്. 25 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. 25 ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1950 ജനുവരി 25 സ്ഥാപിതമായത്. ദെൻ പക്ഷേ ഒരു ഇൻസെപ്ഷൻ അല്ലെങ്കിൽ തുടങ്ങുന്നത് 2011 ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ 2026 അതിൻ്റെ 16ാമത്തെ പതിപ്പ് 2011 സ്റ്റാർട്ട് ചെയ്താണ് ഈ ഒരു നാഷണൽ വോട്ടേഴ്സ് ഡേ എന്ന് പറയുന്നൊരു സെലിബ്രേഷൻ. അത് ഇപ്പം 2026 എത്തുമ്പോൾ 16ാമത്തെ നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് ഈ ജനുവരി 25 നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിന് തീം 2026 തീം ഒന്ന് ഓർത്ത് വെക്കാം. മൈ ഇന്ത്യ മൈ വോട്ട്, എൻ്റെ ഇന്ത്യ എൻ്റെ വോട്ട്. ഇനി ഒരു ടാഗ് ലൈനും കൂടെ ഓർത്ത് വെക്കാം. ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ സിറ്റിസൺ അറ്റ് ദ ഹാർട്ട് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി, അതായത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഹൃദയഭാഗത്തുള്ള പൗരൻ എന്നൊരു അർത്ഥം വരുന്ന രീതിയിൽ സിറ്റിസൺ അറ്റ് ദ ഹാർട്ട് ഓഫ് ദി ഇന്ത്യൻ ഡെമോക്രസി എന്നാണ് നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ തീം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഓർത്ത് വെക്കാം? ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമാകുന്നത് 1950 ജനുവരി 25. പക്ഷേ ഈ ഒരു നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ട് അത്രയും വർഷങ്ങളൊന്നും ആയിട്ടില്ല. 2011 സ്റ്റാർട്ട് ചെയ്തത്. ഇനി അതിൻ്റെ 16ാമത്തെ എഡിഷനാണ് നമ്മളിപ്പം വരുന്നത്, ഈ 2026 എന്ന് പറയുന്നത്. അപ്പോൾ 2026 ഈ ജനുവരിയിൽ നമ്മൾ ആഘോഷിച്ചതിൻ്റെ തീം എന്ന് പറയുന്നത് മൈ ഇന്ത്യ മൈ വോട്ട് എന്നുള്ളതാണ്. അടുത്തത് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ. നമുക്ക് എല്ലാവർക്കും അറിയാം ജനുവരി 26 ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ എന്നുള്ളത്. അത് നമുക്ക് ഡൗട്ടില്ല. പക്ഷേ ഇവിടെ ഓർത്ത് വെക്കുക ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ഡേ ആണ്? 77ാമത്തെ റിപ്പബ്ലിക് ഡേ ആണിത്. ഇനി അത് മാത്രം നമുക്ക് ഓർത്ത് വെച്ചാൽ പോരാ. 77ാമത്തെ റിപ്പബ്ലിക് ഡേ തീം ഒന്ന് ഓർത്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. 150 ഇയേഴ്സ് ഓഫ് വന്ദേ മാതരത്തിൻ്റെ 150ാമത്തെ വർഷം. ചീഫ് ഗസ്റ്റായിട്ട് അവിടെ ഉണ്ടായിരുന്നത് നമ്മളുടെ യൂറോപ്യൻ യൂണിയൻ ലീഡേഴ്സ് ആയിരുന്നു. ഓർത്ത് വെക്കുക തീം 150 ഇയേഴ്സ് ഓഫ് വന്ദേ മാതരം എന്നുള്ളതായിരുന്നു. ചീഫ് ഗസ്റ്റ് EU ലീഡേഴ്സ്, അതായത് യൂറോപ്യൻ യൂണിയൻ ലീഡേഴ്സ് ആയിരുന്നു.
ഇനി നമ്മൾ ഫെബ്രുവരിയിലേക്ക് വരുമ്പോഴത്തേന് ഫെബ്രുവരിയിലെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വേൾഡ് വെറ്റ്ലാൻഡ് ഡേ. അത് ഫെബ്രുവരി 2 ഫെബ്രുവരി 2 വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ആണ്. അപ്പോൾ ഈ വേൾഡ് വെറ്റ്ലാൻഡ് ഡേയുടെ തീം പുറത്തു നോക്കുന്നത് വളരെ നല്ലതാണ്. വേൾഡ് വെറ്റ്ലാൻഡ് ഡേയുടെ തീം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മലയാളത്തിൽ പറയുകയാണെങ്കിൽ തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും, വെറ്റ്ലാൻഡ് ആൻഡ് ട്രഡീഷണൽ നോളജ്, ദെൻ സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്നു, സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ്. ഇതാണ് ശരിക്കും തീം. വേൾഡ് വെറ്റ്ലാൻഡ് ഡേ എന്ന് പറയുന്നത് 2 ഫെബ്രുവരിയാണ്. ഇനി രണ്ടാമത്തേത് നെക്സ്റ്റ് ഫെബ്രുവരി 10 ഇടയ്ക്ക് ഒരാൾ ഉണ്ട്, വേൾഡ് ക്യാൻസർ ഡേ ആണ്. ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ ആണ്. അത് ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ 2 തീയതി ഫെബ്രുവരിയിലേക്ക് വരുമ്പോൾ 2 തീയതി ഇങ്ങനെ ഓർക്കുക, 2 വെറ്റ്ലാൻഡ് ഡേ, ദെൻ 4 ക്യാൻസർ ഡേ. ഇനി 10 തീയതിയിലേക്ക് വരുമ്പോൾ അത് പൾസസ് ഡേ ആണ്. 10 തീയതി അല്ലേ, 10 പൾസസ് ഡേ ആണ്. അപ്പോൾ പൾസസ് ഡേയുടെ തീം ഒന്ന് ഓർത്ത് വെക്കുക, പൾസസ് ഓഫ് ദ വേൾഡ് ഫ്രം മോഡസ്റ്റി ടു എക്സലൻസ് എന്നുള്ളതാണ്. അതായത് ലോകത്തിന്റെ പൾസസ് ഓഫ് ദ വേൾഡ് ഫ്രം മോഡസ്റ്റി ടു എക്സലൻസ് എന്ന് പറഞ്ഞാൽ എളിമയിൽ നിന്ന് മികവിലേക്ക്, അല്ലെങ്കിൽ ആ ചെറിയതിൽ നിന്ന് വലുതിലേക്ക് എന്നുള്ള ആ ഒരു പൾസസ് വളരെ ചെറുതല്ലേ. അപ്പോൾ മോഡസ്റ്റി ടു എക്സലൻസ് എന്നുള്ളതാണ് ശരിക്കും ഈ പറയുന്നതിന്റെ ആ ഒരു തീമിന്റെ മീനിങ് എന്ന് പറയുന്നത്. അടുത്തത് ഫെബ്രുവരി 13 പ്രത്യേകത നാഷണൽ വുമൻസ് ഡേ ആണ്. ഫെബ്രുവരി 13 നാഷണൽ വുമൻസ് ഡേ ആണ്. അപ്പം നാഷണൽ വുമൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് കാരണം നമ്മളുടെ സരോജിനി നായിഡുവിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് ഫെബ്രുവരി 13 എന്ന് പറയുന്ന ആ ദിവസത്തെയാണ് നമ്മൾ നാഷണൽ വുമൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിനൊരു പ്രത്യേകിച്ച് ഒഫീഷ്യലായിട്ടൊരു എന്താ പറയുക തീം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നെക്സ്റ്റ് നമുക്ക് പുതിയതായിട്ട് ഒരെണ്ണം വന്നേക്കുന്നു. അതൊക്കെ ചിലപ്പോൾ ചോദിക്കാം. 2026 ഫെബ്രുവരി 23 പുതിയതായിട്ട് നമ്മളൊരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് രാജാജി ഉത്സവം എന്ന് പറയും. രാജാജി ഉത്സവം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ജനറൽ അദ്ദേഹം ആരായിരുന്നു? ശ്രീ രാജഗോപാലാചാര്യ. അപ്പം ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് രാജാജി ഉത്സവം. രാജഗോപാലാചാര്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഭാരതരത്നയൊക്കെ കിട്ടിയതാണ്. അപ്പം ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ഓഫ് ജനറൽ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആണ്. അപ്പം അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് രാജാജി ഉത്സവം ഇതേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അത് മറക്കണ്ട, ഫെബ്രുവരി 23 അദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടിയത് 1954 നമ്മുടെ സർവേപ്പള്ളി രാധാകൃഷ്ണൻ, CV രാമൻ അവർക്കൊക്കെ കിട്ടിയ ആ ഒരു സമയത്താണ് ഇദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പോൾ രാജാജി ഉത്സവം ഇത് പുതിയതാണ്, അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ശ്രീ രാജഗോപാലാചാര്യയുടെ ഓർമ്മ ദിനമാണ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫെബ്രുവരി 28 നാഷണൽ സയൻസ് ഡേ ആണ്. നമുക്കറിയാം നമ്മളുടെ CV രാമൻ, അദ്ദേഹം ഒരു ഫിസിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഡിസ്കവറിയാണ് രാമൻ എഫക്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ഈ അദ്ദേഹത്തിന് ഒരു ഡേ എന്നാണ് ശരിക്കും ഫെബ്രുവരി 28, 1928. അപ്പോൾ അതുകൊണ്ടാണ് ഈ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ഫെബ്രുവരി 28 നാഷണൽ സയൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. അദ്ദേഹത്തിന് 1930 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ദെൻ ഈ 2026 തീം ഒന്ന് ഓർത്ത് നല്ലതാണ്, വുമൺ ഇൻ സയൻസ് കാറ്റലൈസിംഗ് വികസിത് ഭാരത് എന്നുള്ളതാണ് നാഷണൽ സയൻസ് ഡേയുടെ തീം എന്ന് പറയുന്നത്. നാഷണൽ സയൻസ് ഡേയുടെ തീം വുമൺ ഇൻ സയൻസ് കാറ്റലൈസിംഗ് വികസിത് ഭാരത് എന്നുള്ളതാണ് നാഷണൽ സയൻസ് ഡേയുടെ തീം. നെക്സ്റ്റ് മാർച്ചിലേക്ക് വരുമ്പോൾ മാർച്ച് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ്, വേൾഡ് വൈൽഡ് ലൈഫ് ഡേ. വേൾഡ് വൈൽഡ് ലൈഫ് ഡേ മാർച്ച് 3 ആണ്. അത് ഓർത്ത് വെക്കാം. ഈ തീം എന്ന് പറയുന്നത് മെഡിസിനൽ ആൻഡ് അരോമാറ്റിക് പ്ലാന്റ്സ് കൺസേർവിംഗ് ഹെൽത്ത്, ഹെറിറ്റേജ് ആൻഡ് ലൈവ്ലിഹുഡ്. അതായത് ഔഷധ സുഗന്ധ സസ്യങ്ങളുടെ സംരക്ഷണം, ആരോഗ്യം, പൈതൃകം, ഉപജീവന മാർഗങ്ങൾ എന്നുള്ളതാണ് ദെൻ ഈ ഒരു ഇതിന്റെ തീം. 2026 വേൾഡ് വൈൽഡ് ലൈഫ് ഡേയുടെ തീം. ഇനി നമ്മൾ ഈ വേൾഡ് വൈൽഡ് ലൈഫ് ഡേ എങ്ങനെയാണ് ശരിക്കും ഒറിജിൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയിൽ 1973 മാർച്ച് 3 വാഷിംഗ്ടൺ DC ഈ എൻഡാഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ വംശനാശം നേരിടുന്ന ജീവികൾ, അതുപോലെ തന്നെ സസ്യങ്ങൾ, ഇതിനെയൊക്കെ എന്താണ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കരാർ, ആ ഒരു കൺവെൻഷനിൽ വെച്ച് കരാറിൽ ഒപ്പുവെച്ചിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വേൾഡ് വൈൽഡ് ലൈഫ് ഡേ എന്ന് പറയുന്ന ഒരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ അതിന്റെ തീം ഓർത്ത് വെക്കാം, മെഡിസിനൽ ആൻഡ് അരോമാറ്റിക് പ്ലാന്റ്, അതായത് ഔഷധ അനുസുഗന്ധ സസ്യങ്ങൾ, ദെൻ അതുപോലെ തന്നെ കൺസേർവിംഗ് ഹെൽത്ത്, ഹെറിറ്റേജ്, ലൈവ്ലിഹുഡ്, അതായത് സംരക്ഷണം, ആരോഗ്യം, പൈതൃകം, ഉപജീവന മാർഗങ്ങൾ. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ദിവസമാണ് മാർച്ച് 8 ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണ്. നമുക്ക് മറക്കാത്തൊരു ദിവസമാണ് മാർച്ച് 8 ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണ്. അതിന് 2 തീം ഓർക്കണം. ഒന്ന് UN പുറത്തിറക്കുന്ന ഒരു തീമുണ്ട്, റൈറ്റ്, ജസ്റ്റിസ്, ആക്ഷൻ ഫോർ ഓൾ വുമൻ ആൻഡ് ഗേൾസ്. ദെൻ ഇന്റർനാഷണൽ വുമൻ ഡേ.com ക്യാമ്പയിന്റെ തീമുണ്ട്, ഗീവ് ടു ഗെയിൻ. 2 ഓർത്ത് വെക്കാം, ഗീവ് ടു ഗെയിൻ ഓർത്ത് വെക്കണം. ദെൻ UNന്റെ റൈറ്റ്, ജസ്റ്റിസ്, ആക്ഷൻ ഫോർ ഓൾ വുമൻ ആൻഡ് ഗേൾസ് ഇത് ഓർത്ത് വെക്കണേ. നെക്സ്റ്റ് മാർച്ച് 10, 8 തീയതി കഴിഞ്ഞപ്പോൾ അടുത്ത് കഴിഞ്ഞ് വരുമ്പോൾ 10 തീയതി അത് CISF, നമുക്കറിയാലോ CISF എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. അപ്പോൾ അതിന്റെ ഒഫീഷ്യലി അത് സ്റ്റാർട്ട് ചെയ്തത് മാർച്ച് 10. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് CISF റേസിംഗ് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് മാർച്ച് 10. ഇനി അടുത്തൊരു ഡേ ഓർത്ത് വെക്കുന്നത് മാർച്ച് 12 ആണ്.
ഇത് എപ്പോഴും ഇങ്ങനെ ഈ വേൾഡ് കിഡ്നി ഡേ എന്ന് പറഞ്ഞാൽ ഒരേ ദിവസമല്ല വരുന്നത്. ദ ഡേ ഇസ് ഒബ്സർവ്ഡ് ആനുവലി ഓൺ ദ സെക്കൻഡ് ട്യൂസ്ഡേ ഓഫ് മാർച്ച് ആണ് എപ്പോഴും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2026 എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർച്ച് 12th ആണ്. വേൾഡ് കിഡ്നി ഡേ മാർച്ച് 12th ആണ്. ഇനി അതിന്റെ തീമും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അത്ര ഇമ്പോർട്ടന്റ് അല്ല. എന്തെങ്കിലും എന്താണ് കിഡ്നി ഹെൽത്ത് ഫോർ ഓൾ, കെയറിംഗ് ഫോർ പീപ്പിൾ, പ്രൊട്ടക്ടിങ് ദ പ്ലാനറ്റ് എന്നുള്ളതാണ്. കൃത്യം നോക്കുക. ഈ 2026 വേൾഡ് കിഡ്നി ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത മാർച്ച് 12th ആണ്. അതിന്റെ തീം എന്ന് പറയുന്നത് കിഡ്നി ഹെൽത്ത് ഫോർ ഓൾ, കെയറിംഗ് ഫോർ പീപ്പിൾ, പ്രൊട്ടക്ടിങ് ദ പ്ലാനറ്റ് എന്നുള്ളതാണ്. നെക്സ്റ്റ് മാർച്ച് 15th. മാർച്ച് 15th വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാർച്ച് 15th എന്ന് പറയുന്നത് ഓർത്ത് നോക്കണം. മാർച്ച് 15th എന്ന് പറയുന്നത് വേൾഡ് കൺസ്യൂമർ റൈറ്റ് ഡേ ആണ്. ഓക്കെ. ദെൻ 2026 തീം എന്ന് പറയുന്നത് സേഫ് പ്രൊഡക്ട്സ്, കോൺഫിഡന്റ് കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ്. ഓർത്ത് വെക്കുക. മാർച്ച് 15th വേൾഡ് കൺസ്യൂമേഴ്സ് റൈറ്റ് ഡേ ആണ്. അതിന്റെ ഇത്തവണത്തെ തീം സേഫ് പ്രോഡക്ട്സ് ആൻഡ് കോൺഫിഡന്റ് കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ്. നെക്സ്റ്റ് മാർച്ച് 16th ആണ്. മാർച്ച് 16th പ്രത്യേകത എന്ന് പറയുന്നത് നാഷണൽ വാക്സിനേഷൻ ഡേ ആണ്. നാഷണൽ വാക്സിനേഷൻ ഡേ ആയിട്ട് നമ്മൾ ഇത് ആചരിക്കാൻ തുടങ്ങിയത് 1995 മാർച്ച് 16 നമ്മുടെ ഓറൽ പോളിയോ വാക്സിൻ OPV അതിന്റെ ആദ്യ ഡോസ് നൽകുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയിൽ നമ്മുടെ പൾസ് പോളിയോ പ്രോഗ്രാമിന് തുടക്കം കുറിച്ച ഒരു ഡേറ്റും കൂടെ ഓർത്തു വെക്കാം. പറഞ്ഞ 1995 മാർച്ച് 16 ആണ്. അന്നു മുതൽ ഈ മാർച്ച് 16 നമ്മൾ നാഷണൽ വാക്സിനേഷൻ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഇനി ഇത്തവണ 2026 തീം എന്ന് പറഞ്ഞ് ഇമ്മ്യൂണൈസേഷൻ ഫോർ ഓൾ ഈസ് ഹ്യൂമൻലി പോസിബിൾ എന്നുള്ളതാണ് അതിന്റെ തീം. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ എല്ലാവർക്കും രോഗപ്രതിരോധം മാനുഷികമായി സാധ്യമാണ് എന്നുള്ളതാണ് മാർച്ച് 16 നമ്മുടെ നാഷണൽ വാക്സിനേഷൻ ഡേ 2026 തീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാർച്ച് 18. അത് 1801 കൊൽക്കത്തയിലെ കോസിപ്പൂരിൽ ആദ്യത്തെ ഓർഡിനൻസ് ഫാക്ടറി സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് ഓർഡിനൻസ് ഫാക്ടറീസ് ഡേ മാർച്ച് 18 സെലിബ്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് മാർച്ച് 20th. മാർച്ച് 20th ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് ആണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് UN ആണ് 2012. ഇത്തവണത്തെ തീം എന്ന് പറയുന്നത് കെയറിംഗ് ആൻഡ് ഷെയറിംഗ് ആണ്. കെയറിംഗ് ആൻഡ് ഷെയറിംഗ്. നെക്സ്റ്റ് മാർച്ച് 21 ഇന്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റ് ആണ്. ഇത്തവണത്തെ തീം ഫോറസ്റ്റ് ആൻഡ് എക്കണോമിക്സ് എന്നുള്ളതാണ്. ഓർത്ത് വെക്കുക. മാർച്ച് 21 നമ്മൾ പറഞ്ഞു മാർച്ച് 20 ആണെങ്കിൽ ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ്. മാർച്ച് 21 വരുമ്പോൾ എന്താണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റ് ആണ്. തീം എന്താണ് ഫോറസ്റ്റ് ആൻഡ് എക്കണോമിക്സ് എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് മാർച്ച് 22 വേൾഡ് വാട്ടർ ഡേ ആണ്. അപ്പോൾ ഈ മാർച്ച് തന്നെ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തുകൊണ്ട് 3 കാര്യങ്ങളുണ്ട്. മാർച്ച് 3 വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആണ്. വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആണ്. ദെൻ അടുത്തത് മാർച്ച് 21 നമ്മൾ തൊട്ട് മുന്നേ കണ്ടു. ഏതായിരുന്നു ഇന്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ് ആൻഡ് എക്കണോമിക്സ് എന്നുള്ള ആ ഒരു തീമോടുകൂടി മാർച്ച് 21 നമ്മൾ ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഡേ ആചരിക്കുന്നു. ദെൻ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. മാർച്ച് 22 വേൾഡ് വാട്ടർ ഡേ ആണ്. UN 1992 എസ്റ്റാബ്ലിഷ് ചെയ്താണ് ഈ വേൾഡ് വാട്ടർ ഡേ. അതിന്റെ തീം എന്ന് പറയുന്നത് വാട്ടർ ആൻഡ് ജെൻഡർ ആണ്. പക്ഷേ അതിനൊരു സ്ലോഗണും കൂടി ഉണ്ട്. വെയർ വാട്ടർ ഫ്ലോസ് ഈക്വാലിറ്റി ഗ്രോ. വെയർ വാട്ടർ ഫ്ലോസ് ഈക്വാലിറ്റി ഗ്രോ എന്നുള്ളതാണ് വേൾഡ് വാട്ടർ ഡേയുടെ നമ്മളുടെ തീം സ്ലോഗൻ എന്ന് പറയുന്നത്. അത് രണ്ടും ഓർത്ത് വെക്കാം. നെക്സ്റ്റ് മാർച്ച് 23 മാർട്ടീർസ് ഡേ അല്ലെങ്കിൽ ഷഹീദ് ദിവസ്, രക്തസാക്ഷിത്വ ദിനം എന്ന് പറയും. നമ്മൾ രാജ്ഗുരു, ഭഗത് സിംഗ്, ദെൻ അതുപോലെ തന്നെ സുഖദേവ് എന്നീ 3 പേരെ വധശിക്ഷ വിധിച്ച ദിനമാണ് ഈ രക്തസാക്ഷിത്വ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 23. നെക്സ്റ്റ് മാർച്ച് 24 വേൾഡ് ട്യൂബർക്കുലോസിസ് അല്ലെങ്കിൽ നമ്മുടെ TB ഡേ ആണ്. മാർച്ച് 24 എന്ന് പറഞ്ഞത് എസ് വി ക്യാൻ എൻഡ് TB ലെഡ് ബൈ കൺട്രീസ് പവേർഡ് ബൈ പീപ്പിൾ എന്നുള്ളതാണ് ഇത്തവണത്തെ നമ്മളുടെ TB ഡേയുടെ തീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാർച്ച് 27 വേൾഡ് തിയേറ്റർ ഡേ ആണ്. തീം 2026 എന്ന് പറയുന്നത് തിയേറ്റർ ആൻഡ് കൾച്ചർ ഓഫ് പീസ് എന്നുള്ളതാണ്. ഓർത്തുവെക്കാം മാർച്ച് 27 വേൾഡ് തിയേറ്റർ ഡേ. ഇത് നമ്മൾ ഏപ്രിലേക്ക് മൂവിയാണ്. ഏപ്രിൽ 6 ഇന്റർനാഷണൽ ഡേ ഓഫ് സ്പോർട്സ് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് പീസ്. ഓർത്തുവെക്കാം ഏപ്രിൽ 6 ഇന്റർനാഷണൽ ഡേ ഓഫ് സ്പോർട്സ് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് പീസ് എന്നുള്ളതാണ്. ഇത് 2013 UN എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ഡേ ആണ്. ഏപ്രിൽ 6 ഇന്റർനാഷണൽ ഡേ ഫോർ സ്പോർട്സ് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് പീസ് എന്നുള്ളത്. തീം സ്പോർട്ട് ബിൽഡിംഗ് ബ്രിഡ്ജസ് ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്നുള്ളതാണ്. സ്പോർട്ട് ബിൽഡിംഗ് ബ്രിഡ്ജ് ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്നുള്ളതാണ് ഏപ്രിൽ 6 നമ്മളുടെ 2026 ഇന്റർനാഷണൽ ഡേ ഓഫ് സ്പോർട്സ് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് പീസിന്റെ തീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേ ആണ്. WHO ആണ് ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് ആചരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. നമുക്കറിയാം ഒരു തീം 2026 തീം എന്ന് പറയുന്നത് ടുഗദർ ഫോർ ഹെൽത്ത് സ്റ്റാൻഡ് വിത്ത് സയൻസ് എന്നുള്ളതാണ്. ടുഗദർ ഫോർ ഹെൽത്ത് സ്റ്റാൻഡ് വിത്ത് സയൻസ് എന്നുള്ളതാണ് ഏപ്രിൽ 7 2026 വേൾഡ് ഹെൽത്ത് ഡേയുടെ തീം. നെക്സ്റ്റ് ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് മാസ്കർ. നമുക്കറിയാം ജാലിയൻ വാലാബാഗ് കൂട്ടക്കുരുതി നടന്ന ദിവസമാണ് ഏപ്രിൽ 13. മറക്കരുത്, ഏപ്രിൽ 13.
അങ്ങനെ നമ്മൾ ഏപ്രിൽ 13 ജാലിയൻ വാലാവ് മാസ്കെയർ ആണെന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ 14 ഏപ്രിൽ മറക്കരുത്, ഡോക്ടർ BR അംബേദ്കറിന്റെ ജയന്തിയാണ്. ഡോക്ടർ അംബേദ്കറിന്റെ ജയന്തിയാണ് 14 ഏപ്രിൽ. നെക്സ്റ്റ് ഏപ്രിൽ 18 മറക്കണ്ട, വേൾഡ് ഹെറിറ്റേജ് ഡേ ആണ്. വേൾഡ് ഹെറിറ്റേജ് ഡേ ആണ് ഏപ്രിൽ 18. നെക്സ്റ്റ് ഏപ്രിൽ 26 വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ, IP. നമുക്കറിയാം IP ആൻഡ് സ്പോർട്സ് റെഡി സെറ്റ് ഇന്നോവേറ്റ് എന്നുള്ളതാണ് ഇത്തവണത്തെ തീം. പുറത്തു വെക്കുക, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ എന്നാന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചോണം, ഏപ്രിൽ 26. നെക്സ്റ്റ് മെയ് 1 ഇന്റർനാഷണൽ ലേബർ ഡേ ആണ് നമുക്കറിയാം. മെയ് 1 ഇന്റർനാഷണൽ ലേബർ ഡേ ആണ് നമുക്കറിയാം. പക്ഷെ അതിന്റെ തീമും കൂടെ ഓർത്തു വെക്കുക, എൻഷുറിംഗ് എ ഹെൽത്തി സൈക്കോ സോഷ്യൽ വർക്കിംഗ് എൻവയോൺമെന്റ് എന്നുള്ളതാണ്. എൻഷുറിംഗ് എ ഹെൽത്തി സൈക്കോ സോഷ്യൽ വർക്കിംഗ് എൻവയോൺമെന്റ് എന്നുള്ളതാണ് ഇന്റർനാഷണൽ ലേബർ ഡേയുടെ 2026 തീം. നെക്സ്റ്റ് മെയ് 1 ഇന്റർനാഷണൽ ലേബർ ഡേ. സെക്കൻഡ് നമ്മൾ ഓർത്തു വെക്കേണ്ടത് മെയ് 3 ആണ്. മെയ് 3 വേൾഡ് പ്രസ് ഫ്രീഡം ഡേ ആണ്. വേൾഡ് പ്രസ് ഫ്രീഡം ഡേ പത്രമാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത്തവണ തീം എന്ന് പറയുന്നത് ഷേപ്പിംഗ് എ ഫ്യൂച്ചർ ഓഫ് പീസ്, പ്രൊമോട്ടിംഗ് പ്രസ് ഫ്രീഡം ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ഡെവലപ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളതാണ്. നമ്മളിവിടെ കൃത്യമായിട്ട് ഓർത്തു വെക്കുക, വേൾഡ് പ്രസ് ഫ്രീഡം ഡേ അനുബന്ധിച്ച് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് പുറത്തിറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 180 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 157ാമത്തെ റാങ്കാണ്. വളരെ ഞെട്ടിക്കുന്ന ഒരു റാങ്കിലാണ് ഇന്ത്യ നിൽക്കുന്നത്. 151ാമത്തിൽ നിന്നും ഇന്ത്യ താഴോട്ട് പോവാണ്. ഇന്ത്യയുടെ റാങ്ക് 157ലേക്ക് എത്തി. ദെൻ വെരി സീരിയസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഇപ്പൊ ഇന്ത്യ നിൽക്കുന്നത്. നെക്സ്റ്റ് വേൾഡ് റെഡ് ക്രോസ് ഡേ മറക്കരുത്. വേൾഡ് റെഡ് ക്രോസ് ഡേ മെയ് 8 ആണ്. മെയ് 8 എന്തുകൊണ്ടാണ് ഈ മെയ് 8 നമ്മൾ വേൾഡ് റെഡ് ക്രോസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് എന്ന് വെച്ചാൽ, ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ്, അതായത് ICRCയുടെ സ്വിറ്റ്സർലൻഡ് സ്ഥാപകനും ആദ്യത്തെ സമാധാന നോബൽ സമ്മാന ജേതാവുമായിട്ടുള്ള ഹെൻറി ഡുനന്റിന്റെ ജനനം മെയ് 8 ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ദിവസം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ശരിക്കും ഈ പറയുന്ന റെഡ് ക്രോസ് ഡേ ആയിട്ട് ലോകവാസകാലം ആചരിക്കുന്നത്. മെയ് 8 വേൾഡ് റെഡ് ക്രോസ് ഡേ. ഇതിന്റെ തീം ഓർത്തു വെക്കാം, യുണൈറ്റഡ് ഇൻ ഹ്യൂമാനിറ്റി എന്നുള്ളതാണ്. യുണൈറ്റഡ് ഇൻ ഹ്യൂമാനിറ്റി. നെക്സ്റ്റ് 11 മെയ് ആണ്, നാഷണൽ ടെക്നോളജി ഡേ ആണ്. 11 മെയ് നാഷണൽ ടെക്നോളജി ഡേ ഓർത്തു വെക്കാം. നാഷണൽ ടെക്നോളജി ഡേ ആണ് 11 മെയ്. നെക്സ്റ്റ് 12 മെയ് ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആണ്. ഓർത്തു വെക്കാം, 12 മെയ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആണ്. 12 മെയ്. അങ്ങനെ നമ്മൾ ഈ മെയിലെ ഇങ്ങോട്ട് ഓർക്കുവാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഓർത്തു വെക്കാം. മെയ് 1 ഇന്റർനാഷണൽ ലേബർ ഡേ, മെയ് 3 വേൾഡ് പ്രസ് ഫ്രീഡം ഡേ, മെയ് 8 റെഡ് ക്രോസ് ഡേ, മെയ് 11 നാഷണൽ ടെക്നോളജി ഡേ, മെയ് 12 ഇന്റർനാഷണൽ നേഴ്സസ് ഡേ. ഇനി മെയ് 15 ആണ്. അടുത്തടുത്ത് മെയിൽ കുറേ ഉണ്ട്. അപ്പോൾ മെയ് 15 ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലിയാണ്. ഫാമിലീസ്, ഇൻഈക്വാളിറ്റി ആൻഡ് ചൈൽഡ് വെൽബീയിങ് എന്നുള്ളതാണ് 2026 തീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെയ് 23, മെയ്യുടെ അവസാനത്തേക്ക് നമ്മൾ വരുവാണ്. മെയ് 23 വേൾഡ് ടേർട്ടിൽ ഡേ ആണ്. തീം 2026 ഐ ലവ് ടേർട്ടിൽസ് എന്നുള്ളതാണ്. ഐ ലവ് ടേർട്ടിൽസ്. മെയ് 23, മെയ് 23 ഓർത്ത് നോക്കാം, വേൾഡ് ടേർട്ടിൽ ഡേ ആണ്. ഐ ലവ് ടേർട്ടിൽസ് എന്നുള്ളതാണ് ഇതിന്റെ തീം. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസം നമ്മൾ മറക്കരുത്. ആ ദിവസം മെയ് 25 വേൾഡ് ഫുട്ബോൾ ഡേ ആണ്. മെയ് 25 വേൾഡ് ഫുട്ബോൾ ഡേ. തീം ബി ആക്റ്റീവ്. 2026 തീം എന്നാണ് ബി ആക്റ്റീവ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓർത്ത് വെക്കാൻ പറ്റുന്ന മറ്റൊരു ദിവസം മെയ് 30, മെയ് ലാസ്റ്റിലേക്കൊക്കെ ഓർത്ത് വെക്കാം. മെയ് 25 നമ്മുടെ ഫുട്ബോൾ ഡേ കഴിഞ്ഞാൽ 5 ദിവസം കഴിഞ്ഞിട്ട് മെയ് 30 ആകുമ്പോഴത്തേന് ഗോവ ഒരു സ്റ്റേറ്റ് ആയിട്ട് ഫോം ചെയ്ത ദിവസമാണ് മെയ് 30. ഗോവ 25ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് 1987 മെയ് 30 ശരിക്കും രൂപം കൊള്ളുന്നത്. അപ്പോൾ ആ ഒരു ദിവസത്തെയാണ് നമ്മൾ മെയ് 30 ഗോവ സ്റ്റേറ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. നെക്സ്റ്റ് മെയ് 31. ഇപ്പം മെയ് ഏറ്റവും ലാസ്റ്റത്തെ നമ്മൾ ഓർത്ത് നോക്കുന്ന ദിവസങ്ങൾ മെയ് 25 ഫുട്ബോൾ ഡേ, ദെൻ 30 ഗോവ, ദെൻ മെയ് 31 വരുമ്പോൾ വേൾഡ് നോ ടുബാക്കോ ഡേ. മെയ് 31 ഏറ്റവും ലാസ്റ്റ് ഓർത്ത് നോക്കാം, വേൾഡ് നോ ടുബാക്കോ ഡേ ആണ് നമ്മളുടെ മെയ് 31 ആചരിക്കുന്ന ദിവസം എന്ന് പറയുന്നത്. തീം അൺമാസ്കിംഗ് ദ അപ്പീൽ കൗണ്ടറിംഗ് നിക്കോട്ടിൻ ആൻഡ് ടുബാക്കോ അഡിക്ഷൻ. ടുബാക്കോ അഡിക്ഷൻ ഇത് ശരിക്കും പുകയിലുള്ള ആസക്തി തടയുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള അല്ലെങ്കിൽ ചെയ്യുന്നു എന്നുള്ള ഒരു തീമാണ് ശരിക്കും ഈ പറയുന്ന വേൾഡ് നോ ടുബാക്കോ ഡേ മെയ് 31 2026 തീം. നെക്സ്റ്റ് ജൂൺ 2, ജൂണിലേക്ക് വരുവാണ്. ജൂൺ 2 തെലങ്കാന ഫോർമേഷൻ ഡേ ആണ്. ഓർത്തുവെക്കുക, തെലങ്കാന 2014 29ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് തെലങ്കാന ഫോം ചെയ്തു. അപ്പോൾ തെലങ്കാന ഒഫീഷ്യലി ഫോം ചെയ്ത ഡേറ്റ് ആണ് ജൂൺ 2.
നെക്സ്റ്റ് ജൂൺ 5 നമുക്ക് എല്ലാവർക്കും അറിയാം വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണ്. ഈ ഒരു വേൾഡ് എൻവയോൺമെന്റ് ഡേ ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച, അതായത് ഹോസ്റ്റ് കൺട്രി എന്ന് പറയുന്ന റിപ്പബ്ലിക് ഓഫ് അസർബൈജാൻ ആണ്. ദ തീം ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്നുള്ളതാണ് ഇത്തവണത്തെ തീം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡേ ആണ് ജൂൺ 8 വേൾഡ് ഓഷ്യൻ ഡേ ആണ്. അത് 2008 നമ്മുടെ UN എസ്റ്റാബ്ലിഷ്ഡ് ഡേ ആണ് വേൾഡ് ഓഷ്യൻ ഡേ, ജൂൺ 8. ദെൻ അതിൻ്റെ 2026 തീം എന്ന് പറയുന്നത് റീ ഇമാജിൻ ബിയോണ്ട് ദ വേൾഡ് വി നോ എ ന്യൂ റിലേഷൻ വിത്ത് അവർ ഓഷ്യൻ എന്നുള്ളതാണ് ജൂൺ 8 നമ്മളുടെ വേൾഡ് ഓഷ്യൻ ഡേ 2026 തീം. നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ജൂൺ 12 വേൾഡ് ഡേ എഗൻസ്റ്റ് ചൈൽഡ് ലേബർ ആണ്. അത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക, വേൾഡ് ഡേ എഗൻസ്റ്റ് ചൈൽഡ് ലേബർ ആണ് ജൂൺ 12. ദെൻ ഇത് 2022 ILO ആണ് ശരിക്കും ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതിന്റെ തീം എന്ന് പറയുന്നത് റെഡ് കാർഡ് ടു ചൈൽഡ് ലേബർ, ഫെയർ പ്ലേ ഫോർ ചിൽഡ്രൻ, ഡീസന്റ് വർക്ക് ഫോർ അഡൾട്ട്സ് എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, നമ്മുടെ ജൂൺ 12 വേൾഡ് ഡേ എഗൻസ്റ്റ് ചൈൽഡ് ലേബർ ആണ്. അപ്പോൾ കുട്ടികളെ സ്കൂളിലേക്കൊക്കെ വിടേണ്ട സമയമാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഓർത്തിരിക്കാം. ലാസ്റ്റ് വൺ ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ, 21 ജൂൺ ആണ് ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ. നമുക്കറിയാം, നമ്മൾ സ്കൂളുകളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഡേ ആണ് ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ 21 ജൂൺ. ദെൻ അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് ഡേയ്സ്, ഇത് ജൂൺ 12 നമ്മളുടെ ചൈൽഡ് ലേബർ ആണ്. 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ആണ്. പിന്നെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റിയത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ഉണ്ട്, അത് ജൂൺ 29 ആണ്. അപ്പം പ്രധാനപ്പെട്ട എല്ലാ ദിവസങ്ങളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കറിയാം ഏകദേശം ജനുവരി ടു ജൂൺ ആണ് നമുക്ക് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പം അത്രയും ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഡേയ്സും തന്നെ അതിൻ്റെ തീംസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കറണ്ട് അഫയേഴ്സുമായിട്ട് അല്ലെങ്കിൽ GK പോർഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോകളിൽ കാണുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നമ്മളുടെ പോർഷൻസ് കവർ ചെയ്ത് പഠിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമിയിൽ ഇപ്പോൾ ഒരു പുതിയ കോഴ്സ് അവൈലബിൾ ആണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കവർ ചെയ്യുന്ന ഒരു ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. മികച്ച ഒരു മാർക്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ്, അതും ഏറ്റവും ചെറിയൊരു ഫീസിൽ. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷന് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.